ഒരു ദേവി ശശാങ്കേട്ടൻ എന്തെങ്കിലും ഒന്ന് വരണേ മഹാമായേ. ഉണ്ണി ശശാങ്കേട്ടൻ വന്നാ പറയൂട്ടോ. ശരിയാ പോളെ. അയ്യോ മുത്തശ്ശി എന്തു പറ്റി? നീക്കൂ, ഞാൻ ചാരി ഇരുത്താം. വരൂ. ഇത് കഴിക്കൂ. മുത്തശ്ശിയുടെ കിടപ്പ് മക്കൾക്കൊരു ബുദ്ധിമുട്ടായോ? എന്താ മുത്തശ്ശി പറയണേ? ഞങ്ങൾ അങ്ങനെ നിരീക്ഷിച്ചുകൂടെ ഇല്ല. അച്ഛൻ വൈദ്യനെ വിളിച്ചിട്ടുണ്ട്. അരനാഴിക നേരം കൊണ്ട് വൈദ്യരിങ് എത്തുട്ടോ. വൈദ്യരെ വിളിക്കേണ്ട ഒരാവശ്യമില്ല. അവനൊന്നിന് വന്നാൽ മതിയായിരുന്നു. എൻ്റെ ശാല്യം മോൾക്ക് എന്ത് പറ്റിയാവോ? നിനക്ക് വല്ല അറിയോ? ഇല്ല മുത്തശ്ശി, എനിക്കൊന്നും അറിയില്ല. ഇന്ന് എന്തായാലും ശശാങ്കേട്ടൻ വരും. മുത്തശ്ശി കിടന്നോളൂ. ഉറങ്ങിക്കോളൂട്ടോ. ഞാൻ വൈകിയോ? ലേശം. നിന്നെ കാണാനായിട്ട് പയക്കൾ കരയാൻ തുടങ്ങി. ചേട്ടാ നല്ല മൊത്തം ഒരു വിഷമം പോലെ. ശശാങ്കൻ ഇതുവരെ വന്നില്ല. അയ്യോ, അതെന്ത് പറ്റി? അന്ന് നിങ്ങൾ അവനെ കാണാൻ പോയി, കണ്ടില്ലേ? ഇല്ല, കാണാൻ കഴിഞ്ഞില്ല. അവനവിടെ ഇല്ലായിരുന്നു. ജോലി തിരക്കല്ലേ അവന്. അപ്പോ ഫോൺ വിളിച്ചു നോക്കായിരുന്നില്ലേ? ഇന്നലെ വരെ വിളിച്ചപ്പോൾ എടുത്തിരുന്നു. ഇപ്പൊ എടുക്കണമില്ല. ഇത്ര തിരക്കുള്ള ജോലിയാണ് അവിടെ. എനിക്കൊന്നും അറിയില്ല എന്താ സംഭവിക്കണെന്ന്. നിങ്ങൾ വിഷമിക്കാതിരിക്കും, അവൻ ഇന്ന് വരും. എന്നാ ഞാനങ്ങട്. ആ, വൈദ്യരെത്തിയോ? ഞാൻ നിരീക്ഷിച്ചില്ല ഇത്ര വേഗം എത്തുന്ന. ഞാൻ നേരത്തെ അങ്ങോട്ട് ഇറങ്ങി. വേണ്ട വേണ്ട, കിടന്നോളൂ കിടന്നോളൂ. തീരെ പറ്റില്ല വൈദ്യരെ. അപ്പൊ ഞാൻ തന്ന മരുന്ന് കൊടുക്കണില്ലേ? ഉവ്വ് കൊടുക്കണുണ്ട്. അപ്പൊ പറ്റിയോ? അതൊക്കെ ഉണ്ട്. ഞാനൊന്ന് നോക്കട്ടെ.
ഒരു ദീനവും ഇല്ല. ആവോ. മനസ്സിൻ്റെ ആണ് എല്ലാം. വൈദ്യരെ, ശശാങ്കേട്ടൻ വരാത്തതാണ് മുത്തശ്ശിയുടെ ദീനത്തിന് കാരണം. ഒന്ന് മിണ്ടാണ്ടിരിക്കണ്ടോ നീ? ഞങ്ങൾ മൂത്തവർ സംസാരിക്കുമ്പോൾ കുട്ടികൾ ഇടയ്ക്ക് വരണ്ട. പോപ്പുറത്ത്. അതെ, ഞാൻ ഇന്നലെ സംസാരിച്ചില്ലേ ശശാങ്കൻ്റെ കാര്യം? അവൻ ഇതുവരെ വന്നില്ല. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ശശാങ്കൻ എന്തായാലും വരും. ഇനി ശശാങ്കൻ വന്നിട്ടേ ഞാൻ പോണുള്ളൂ. ആ, ഈ ഒരു ഉറപ്പ് പോരെ? മതി, എൻ്റെ ദീനൊക്കെ മാറി. ഗുരുവായൂരപ്പാ. നോക്ക്, ശശാങ്കേട്ടൻ. ചേട്ടാ ഒരു ചായ. ഞാൻ കട്ടൻ ചായ അല്ല പറഞ്ഞത്, പാൽ ചായ. അത് ചായ തന്നെയാണ്. ദാമു ദിനറേട്ടൻ ഇവിടെ നിന്ന് പാലായിട്ടൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോ ശശാങ്കേട്ടൻ എങ്ങാനും വന്നിട്ടുണ്ടാവോ? ആ അതാരാ? അതാ നമ്മുടെ ശശാങ്കൻ. ചേട്ടാ, ആരാ ഈ ശശാങ്കൻ? നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? ശശാങ്കേട്ടൻ വന്നു. ഓ പോളെ, ശശാങ്കേട്ടൻ വന്നേ.
ചേട്ടാ ആ, ചേച്ചി മോനെ കുറച്ച് തിരക്കായി പോയിട്ടാ. വരിക. അവനല്ലേലും കുരുത്തുള്ളവനാ. എന്താ മുത്തശ്ശി, എന്നെ കാണാതെ വയ്യാതായെന്നൊക്കെ കേട്ടു, ശരിയാണോ? എന്നാലും ചായ ഞാൻ മൊത്തം കുടിച്ചായിരുന്നു. വന്നോണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവോ? എല്ലാം ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. ചേട്ടാ ഉം. ചേട്ടാ ആ ആരാ ഈ ശശാങ്കൻ? എൻ്റെ ശാലിനി മോൾക്ക് എന്ത് പറ്റിയാവോ? മുത്തശ്ശി ഓക്കെ അല്ലേ? ഇന്ന് എന്തായാലും ശശാങ്കേട്ടൻ വരും. ഇത്ര തിരക്കുള്ള ജോലിയാണ് അവിടെ. എൻ്റെ ശാലിനി മോൾക്ക് എന്ത് പറ്റിയാവോ? ആരാ ഈ ശശാങ്കൻ? ശശാങ്കേട്ടൻ വരാത്തതാണ് മുത്തശ്ശിയുടെ ദീനത്തിന് കാരണം. മിനി സ്ക്രീനുകൾ ദേവാലയങ്ങളായും സീരിയലുകൾ പ്രാർത്ഥനകളായും മാറുന്ന ഈ കാലത്ത് വരും തലമുറയ്ക്ക് വഴികാട്ടികളാകേണ്ട നമ്മൾ ഇങ്ങനെ വഴിതെറ്റിപ്പോയാൽ വരും തലമുറ വഴി തെറ്റിയല്ല, വഴി പിഴച്ചു തന്നെ പോകും. ഓർക്കുക, അധികമായാൽ അമൃതം വിഷം. അമ്മിഞ്ഞപ്പാലിൻ തൂവെണ്മ പോലെ ശശാങ്ക, ആ ആ എന്തേ? നേരത്തെ ലിഫ്റ്റ് അടിച്ചത് ഞാനാ. ശശാങ്ക, ഞാൻ ഈ നാട്ടില് പുതിയ താമസക്കാരനാ. ഈ നാട്ടിൽ ഇവിടെ മാത്രമേ ടി വി ഉള്ളെന്ന് പറഞ്ഞു. എനിക്കും കൂടി ഒരു കണക്ഷൻ വേണമായിരുന്നു. ഭക്തി സീരിയൽ ആവൂല്ലേ? അതെ. നമുക്ക് ശരിയാക്കാടാ.